ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ലൈഫ് അറൌണ്ട് അസ് ചാപ്റ്റർ 4 ഗ്രോയിങ് അപ്പ് വിത്ത് നേച്ചർ. ഗ്രോയിങ് അപ്പ് വിത്ത് നേച്ചർ, a journey through a forest. Reena and Amit were excited about a family trip. റീനയും അമിത്തും ഒരു ഫാമിലി ട്രിപ്പ് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. They were going to their village near a forest. അവരെവിടേക്കാ പോകുന്നത്? അവരുടെ വില്ലേജിലേക്കാണ്. It was the time for a harvest festival. എന്തിനാണ് അവര് വില്ലേജിലേക്ക് പോകുന്നത്? ഇത് വില്ലേജിൽ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന്റെ സമയമാണ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പാടത്തൊക്കെ കൃഷി ചെയ്തിട്ട് അതിന്റെ വിളവെടുക്കുന്ന സമയം. അത്രയും വിളവ് കിട്ടുന്ന സമയത്ത് കൃഷിക്കാരെല്ലാവരും കൂടി ആ വിളവെടുപ്പിനെ ഒരു ആഘോഷമാക്കി മാറ്റും. നമ്മുടെ ഇന്ത്യയിൽ വിളവെടുപ്പിനോടനുബന്ധിച്ച് പല സ്റ്റേറ്റ്സിലും പല പല ആഘോഷങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. Besides that, it was also a special occasion. അത് കൂടാതെ on that day, their village was also going to be a fully solar powered village. They could not wait to see the whole village lit up for the celebration. ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് അവരുടെ വില്ലേജ് ഒരു ഫുള്ളി സോളാർ പവേർഡ് വില്ലേജ് ആവാൻ പോവുകയാണ്. എന്താണ് സോളാർ പവേർഡ് വില്ലേജ്, അല്ലെങ്കിൽ എന്താണ് സോളാർ എനർജി? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന് പല രീതികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതൊക്കെയാണ് കറണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എന്ന്? ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. ഇനി വിൻഡ് പവർ ആണെങ്കിലോ അല്ലെങ്കിൽ വിൻഡ് എനർജി ആണെങ്കിലോ വിൻഡ് ഉപയോഗപ്പെടുത്തിയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതുപോലെ സോളാർ പവർ, സൂര്യപ്രകാശം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇവര് പോകുന്ന ഇവരുടെ വില്ലേജ് ഫുള്ളി സോളാർ പവേർഡ്. അവിടെയുള്ള എല്ലാ വീടുകളിലും സോളാർ എനർജി ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റി ആവാൻ പോവുകയാണ്. നിങ്ങൾ ഇതുപോലത്തെ സോളാർ പാനൽസ് കണ്ടിട്ടുണ്ടോ? ഈ സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ടാണ് സോളാർ എനർജി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? സൂര്യപ്രകാശം, സൺലൈറ്റ് ഈ സോളാർ പാനലിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യും. ഈ സോളാർ പാനൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൺലൈറ്റ് വരുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുക എന്നുള്ള രീതിയിലാണ്. ഇതിൽ ബാറ്ററീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സോളാർ പാനൽ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും. എന്നിട്ട് ആ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്തിട്ട് ഓരോ വീടുകളിലേക്കും കണക്ഷൻസ് ആയി കൊടുക്കും. ഇങ്ങനെയാണ് സോളാർ എനർജി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സോളാർ പവേർഡ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. വെൽക്കം ടു ദ വില്ലേജ്. As they entered the village, children noticed trees full of bright orange-red flowers. അവരുടെ വില്ലേജിലുള്ള ഒരു മരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിറയെ ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ഫ്ലവേഴ്സും കണ്ടു. റീന asked, "What are these flowers called?" ഈ പൂക്കളുടെ പേരെന്താണ്? Her father smiled and said, "This is a palash tree." പലാഷ്, ഇതുപോലെയായിരിക്കും അതിന്റെ പൂക്കൾ ഉണ്ടാവുക. മലയാളത്തിലും പ്ലാഷ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ചമതമരം എന്നൊക്കെ പറയും. ഈ ഒരു മരത്തിന്റെ പേരാണ് പലാഷ് ട്രീ. When the flowers bloom on this tree, the entire forest looks reddish orange from a distance. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു വില്ലേജിൽ മുഴുവൻ ഇതുപോലെ കുറേ മരങ്ങളുണ്ട്. ആ മരത്തിൽ നിറയെ ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ എങ്ങനെയുണ്ടാവും? ആ ഒരു എൻറ്റയർ ഫോറസ്റ്റ് റെഡിഷ് ഓറഞ്ച് ആയി തോന്നും അല്ലേ? സോ പലാഷ് ഇസ് കോൾഡ് ദ ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ്. ഇതിനെ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്നും വിളിക്കും. ആക്ടിവിറ്റി: റൈറ്റ് നെയിംസ് ഓഫ് 5 കളർഫുൾ ഫ്ലവേഴ്സ് ഇൻ യുവർ ഏരിയ. ഫോർ എക്സാമ്പിൾ, പലാഷ് ഇസ് കോൾഡ് കേസുദ ഇൻ ഗുജറാത്ത്. ഇതുപോലെ ഓരോ പൂക്കള് അതിന് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ എന്താണ് പറയുക എന്ന്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കമൽ, താമര, മലയാളത്തിൽ അതിന് താമര എന്നാണ് പറയുക. ഇനി ഗുഡൽ, ചെമ്പരത്തി. ഹിബിസ്കസിന് ഗുഡൽ എന്നാണ് ഹിന്ദിയിൽ പറയുക. ചമേലി, മുല്ല, ഗുലാബ്, റോസ്, സൂരജ്മുഖി,
സൂര്യകാന്തി. ഇതുപോലെ നിങ്ങളുടെ വീടിന്റെയൊക്കെ പരിസരത്തുള്ള കുറേ പൂക്കൾ ശേഖരിച്ച് അതിന് ഹിന്ദിയിൽ എന്താ പറയാ, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. The village was decorated for the celebration. കണ്ടില്ലേ, വില്ലേജില് തോരണങ്ങളൊക്കെ തൂക്കിയും വീട്ടിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അമിത്, these houses look so different from the houses in the city. The decoration on the wall is so beautiful. അവര് സിറ്റിയിൽ നിന്നാണ് വരുന്നത്. സിറ്റിയിലുള്ള വീടുകളിൽ നിന്നും ഈ വില്ലേജിലുള്ള വീടുകള് വളരെ ഡിഫറെന്റ് ആണ്. അത് നന്നായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. മദർ, അമിത്, these houses are made using clay, hay, cow dung and other natural materials. ക്ലേ എന്ന് പറഞ്ഞാൽ ചെളി അല്ലെങ്കിൽ മണ്ണ്, ഹേ വൈക്കോല്, കൗഡങ് എന്ന് പറഞ്ഞാൽ പശുവിന്റെ ചാണകം പോലെ മറ്റ് നാച്ചുറൽ മെറ്റീരിയൽസ്, പ്രകൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ലുക്ക്, ദിസ് പെയിന്റിംഗ് ഇസ് ഡൺ ബൈ യുവർ ഗ്രാൻഡ് മദർ. അവരുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ പോയപ്പോ അവിടെയുള്ള പെയിന്റിംഗ് കാണിച്ചുകൊണ്ട് അമ്മ അമിത്തിനോട് പറയാണ്, ഈ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത് നിന്റെ ഗ്രാൻഡ് മദർ ആണ്. ഷീ ഹാസ് യൂസ്ഡ് എ ഡൈ മെയ്ഡ് ബൈ മിക്സിംഗ് റൈസ് ഫ്ലവർ ആൻഡ് വാട്ടർ. ഓരോ ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന കളറുകൾ പോലും അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. നാച്ചുറൽ ഡൈ, പ്രകൃതിയിൽ നിന്നുള്ള കളറുകൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിനൊന്ന് സൂം ചെയ്ത് നോക്കാം. എത്ര ഭംഗിയായിട്ടാണ് ഓരോ വീടിന്റെ മുകളിലും ചിത്രങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, വെള്ള കളറുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റൈസ് ഫ്ലോറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡൈ കൊണ്ടാണ്. Make the model of a house using materials from nature such as clay, wooden stick, hay, grass, leaves, etc. Decorate it with an art form of your choice. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വീടിന്റെ മോഡൽ ഉണ്ടാക്കി നോക്കാം. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രം നോക്കാം. ഇതുപോലെ മരക്കഷ്ണങ്ങളും പുല്ലും വൈക്കോലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ടൊരു വീടിന്റെ മോഡൽ ഉണ്ടാക്കാൻ നോക്കിയേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ഈ ചുമരിലൊക്കെ വരച്ച് ഡിസൈൻ ചെയ്യാം. റീന ആൻഡ് അമിത് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻസൈഡ് ദ ഹൗസ്. അവര് വീടിന്റെ ഉള്ളിൽ കളിക്കാൻ തുടങ്ങി. They noticed that their grandmother was painting on a cloth. ഇപ്പോ വീട്ടിനുള്ളിലിരുന്ന് അവരുടെ ഗ്രാൻഡ് മദർ ഒരു ക്ലോത്തിൽ പെയിന്റ് ചെയ്യാണ്. Amit asked about the paints. The grandmother told the children that the paint was made of natural extracts of flowers, leaves and with the powdered color stones. മുത്തശ്ശി ഉള്ളില് പെയിന്റ് ചെയ്യുന്നത് കണ്ടപ്പോ കുട്ടികൾ ചോദിക്കുക, ഈ പെയിന്റ് ഒക്കെ എവിടുന്നാ കിട്ടിയതെന്ന്. അപ്പൊ മുത്തശ്ശിയുടെ ഉത്തരം എന്താണ്? ഇത് പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും അതുപോലെ പല പല നിറങ്ങളുള്ള കല്ലുകളിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ പെയിന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതെന്ന്. അതാണ് നാച്ചുറൽ പെയിന്റ്സ്. ഡു യു നോ, gaunt art is a form of painting on walls using natural colors. The artist make pictures of nature like trees, animals, birds and humans. Gaunt art എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ്ങിൽ അവര് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഇതുപോലെയുള്ള പെയിന്റുകൾ ഉപയോഗിച്ച് മനുഷ്യന്മാരുടെയും പ്ലാന്റ്സിന്റെയും പിന്നെ ബേർഡ്സിന്റെയും ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കും. ആക്ടിവിറ്റി, ലെറ്റ് us prepare a natural dye. നാച്ചുറൽ പെയിന്റിനെ പറ്റി മുത്തശ്ശിയൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെയുള്ള പെയിന്റ് നിങ്ങൾക്ക് സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ? നോക്കാം. Collect some flowers, leaves, barks and roots such as beetroot, hibiscus and marigold that have coloring properties. അതിനുശേഷം boil any of the collected plant parts in approximately 1 to 2 liters of water for 30 minutes to an hour, covering the container with a plate. Please take help from teacher or elders. 1 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് തിളപ്പിക്കുക. ഏകദേശം ഒരു 30 മിനിറ്റ് അത് കണ്ടിന്യൂസ് ആയി തിളപ്പിക്കണം കേട്ടോ.
അതിൽ നിങ്ങൾ എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സോ ലീവ്സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ അതിലിടുക. അതിനുശേഷം strain the liquid to remove the plant materials leaving behind the natural dye. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് പറ്റും? ആ ഒരു മെറ്റീരിയൽസിൽ നിന്ന്, ഇപ്പൊ ബീട്രൂട്ട് ആണ് എടുത്തതെങ്കിൽ ബീട്രൂട്ടിന്റെ കളർ ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ബീട്രൂട്ട് ഡൈ റെഡി ആകും. Now try to paint a piece of cloth such as light colored handkerchief or hand towel using the dye you have prepared. Note that you need to soak the cloth overnight, squeeze it and dry it in the next morning. തുണിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കളർ പിടിക്കണമെങ്കിൽ അത് ഓവർനൈറ്റ് അതിൽ സോക്ക് ചെയ്ത് വെക്കണം. രാവിലെ ആയിട്ട് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് അത് വെയിലത്ത് ഉണങ്ങാനിടണം. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? ഓക്കെ. The children were curious to see the tools used for farming and extracting honey. കുട്ടികൾ വില്ലേജിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും അവർ പുതിയതായിട്ട് കാണുകയാണ്. ഇവിടെയുള്ള വീടുകൾ ഡിഫറെന്റ് ആണ്, ഇവിടെ പെയിന്റ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഫാമിംഗ് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണല്ലേ, ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസും പിന്നെ ഹണി എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൂൾസും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണുകയാണ്. There were earthen pots and bamboo baskets in the house to store grains. അവിടെ അവർ കണ്ടതില് എർത്തൻ പോട്ട്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, അതുപോലെ ബാംബു ബാസ്കറ്റ്സ്, ബാംബു കൊണ്ടുണ്ടാക്കിയ ബാസ്കറ്റ്സ്. കൃഷി കഴിഞ്ഞിട്ട് കിട്ടുന്ന വിളവ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിക്കാനാണ് ഈ തരത്തിലുള്ള പാത്രങ്ങൾ ആ വില്ലേജേഴ്സ് ഉപയോഗിക്കുന്നത്. എർത്തൻ പോട്ട്സ് were lined inside with neem leaves. The bamboo baskets were coated with cow dung on the outside. With this method, the stored grain remained protected from insects and pests. ഈ മൺപാത്രങ്ങളും അതുപോലെ ബാംബു ബാസ്കറ്റ്സിലും ഒക്കെ ഗ്രെയിൻസ് സൂക്ഷിക്കുന്നു പറഞ്ഞില്ലേ, പക്ഷെ അതിന് ഇൻസെക്ട്സും പെസ്റ്റും ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ, കഴിക്കാതിരിക്കാൻ വേണ്ടി അവര് ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണ്. എന്താണ്? ഈ മൺപാത്രങ്ങളില് നീം ലീവ്സ്, വേപ്പിലകൾ ഇട്ടുവെക്കും, അല്ലെങ്കിൽ അതിന്റെ പുറത്തൊക്കെ വേപ്പിലകൾ വെക്കും. അതുപോലെ ബാംബു ബാസ്കറ്റിന്റെ പുറത്തൊക്കെ കൗഡങ് കൊണ്ട് കോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രെയിൻസ് ഇൻസെക്ട്സ് നിന്നൊക്കെ സേഫ് ആയിട്ട് നിൽക്കും. Do you know the Jenu Kurubas is a tribe from Karnataka. Their name comes from the word Jenu, which means honey. When they collect honey from beehives, they sing to apologize to the bees. This shows their respect for nature. Activity 4. Find out some traditional ways of preserving grains and vegetables at your place and fill the following table. One example is given. പണ്ട് കാലത്തൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ട്രഡീഷണൽ വേ ഒക്കെ ഉപയോഗിക്കാറ്. ഇപ്പൊ എല്ലാവരും നല്ല സ്റ്റോറേജ് ബോക്സിലാക്കിയും അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെയാണ് പല കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുക. എന്നാലും ഇപ്പോഴും പല നാടുകളിലും വില്ലേജിലൊക്കെ ഇതുപോലത്തെ പല ട്രഡീഷണൽ വേയും ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തത് തുമ്രി. ഉത്തരാഖണ്ഡിൽ ഉപയോഗിക്കുന്ന തുമ്രി, കൺസ്ട്രക്റ്റഡ് വിത്ത് എ റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് ഡ്രൈഡ് ബോട്ടിൽ ഗാർഡ്. ബോട്ടിൽ ഗാർഡിന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കി സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിനുള്ളിൽ സൂക്ഷിച്ചു വെക്കും. അതുപോലെ നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മഡ്ക. മഡ്ക എന്ന് പറഞ്ഞാൽ മൺകലം തന്നെയാണ്. രാജസ്ഥാനിൽ മെയിൻ ആയിട്ട് മഡ്ക ഉപയോഗിക്കും. അതൊരു ക്ലേ പോട്ട് യൂസ്ഡ് ടു സ്റ്റോർ grains, pulses and drinking water, keeps the contents cool and safe. ഇതുപോലെ ഓലക്കുട്ടകളൊക്കെ, ഈ പാം ലീഫ് ബോക്സുകൾ കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിക്കുകയായിരുന്നു. തെങ്ങോല ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ സാധനങ്ങൾ സൂക്ഷിക്കാം. അതുപോലെ കേരളത്തിലും വേറെ പല സ്ഥലത്തും പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഉറി. ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉറി. താഴെ കൂടി പോകുന്ന പൂച്ച അല്ലെ അങ്ങനത്തെ ജീവികളിൽ നിന്നൊക്കെ സാധനങ്ങൾ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഉയരത്തിൽ വീടിന്റെ മുകളിൽ ഇതേപോലെ കുറച്ച് കുറച്ച് മൺകലങ്ങളിലാക്കി തൂക്കിയിടും. ഇതിനുള്ളിലൊക്കെ സാധനങ്ങൾ നിറച്ച് സേഫ് ആയിട്ട് വരും. ഇതിന്റെ പേരാണ് ഉറി. ഇതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ വലിയ കണ്ടെയ്നറും ദോലി എന്ന് പറഞ്ഞിട്ട് ബാംബു കൊണ്ടുണ്ടാക്കിയ ബോക്സും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെയുള്ള വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം.
നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.